വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ്സ് ഏത് രൂപത്തിലാണ് റിട്ടേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഫയൽ എന്നുള്ള രൂപത്തിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ചെറിയൊരു ഡെമോ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സ്, ഫസ്റ്റ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും, അതായത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജസ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ആ ഒരു വീഡിയോസ് ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും വീഡിയോസ് ചെക്ക് ചെയ്യുക. അപ്പം ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് അസൈൻമെന്റ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ എല്ലാവരും അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു അസൈൻമെന്റ് കണ്ടന്റും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജസ് സെറ്റ് ചെയ്യണം. അതായത് ഫ്രണ്ട് പേജസ് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് പേജസിൽ നമുക്ക് മെയിൻ ആയിട്ടും നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ പേര് എഴുതുക, എൻറോൾമെന്റ് നമ്പർ എഴുതുക, അതുപോലെ തന്നെ നെയിം ഓഫ് ദി പ്രോഗ്രാം എഴുതുക, ഏതാണ് കോഴ്സ് എന്നുള്ളത് എഴുതുക. അതായത് BA സോഷ്യോളജി ആണെങ്കിൽ BA സോഷ്യോളജി, അതല്ല BA മലയാളം ആണെങ്കിൽ BA മലയാളം. അതായത് നിങ്ങളുടെ കോഴ്സ് ഏതാണോ വരുന്നത് ആ ഒരു കോഴ്സാണ് പ്രോഗ്രാം കൊടുക്കേണ്ടത്, നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുള്ളിടത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഏത് സെമിസ്റ്റർ ആണെന്നുള്ളത്, അതായത് ഫസ്റ്റ് സെമിസ്റ്റർ ആണെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ, അല്ലെങ്കിൽ സെക്കൻഡ് സെമിസ്റ്റർ ആണെങ്കിൽ സെക്കൻഡ് സെമിസ്റ്റർ എന്ന് കൊടുക്കാം. പിന്നെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് ഏതാണോ, നിങ്ങൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ഏതാണോ. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ കോഡാണ് കോഴ്സ് കോഡായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത് നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെന്റർ. നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ പേരാണ്, കംപ്ലീറ്റ് പേര് എഴുതണം. അതുപോലെ ഇതിന് താഴേക്ക് നമുക്ക് വരുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറും അതിന്റെ ഡേറ്റും, അന്ന് നിങ്ങൾ എന്നാണോ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റും ആണ് ഈ ഒരു ഫ്രണ്ട് പേജിലായിട്ട് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഫ്രണ്ട് പേജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത പേജിൽ എഴുതാനുള്ളത് അസൈൻമെന്റ് എന്നുള്ളൊരു പേജാണ് നമുക്ക് വരേണ്ടത്. അതിൽ ഏത് പേപ്പറാണ്, അനലിറ്റിക്കൽ ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് തന്നെ എഴുതുക. ഇതുപോലെ അസൈൻമെന്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റ് എന്ന് എഴുതിയതിന്റെ താഴെയായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നെയിം കൊടുക്കുക, അതുപോലെ തന്നെ എൻറോൾ നമ്പർ ആഡ് ചെയ്യുക, ക്ലാസ് റോൾ നമ്പർ ഉണ്ടായിരിക്കും ആ ഒരു നമ്പർ ആഡ് ചെയ്യുക, പിന്നെ ക്ലാസ് ആൻഡ് കോഴ്സ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതാണ് സബ്ജക്ട് നിങ്ങളുടേത് വരുന്നത് ആ ഒരു സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. BA സോഷ്യോളജി ആണെങ്കിൽ BA സോഷ്യോളജി, അതല്ല BA മലയാളം ആണെങ്കിൽ BA മലയാളം എന്നുള്ളത് എഴുതുക. പിന്നെ പേപ്പർ ഏതാണ്, നിങ്ങൾ എഴുതിയിട്ടുള്ള അസൈൻമെന്റ് ഏതാണോ ആ ഒരു പേപ്പറിന്റെ നെയിമാണ് പേപ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അത് ഏത് പേപ്പറാണ്, ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് ആ സബ്ജക്റ്റിന്റെ പേര് എഴുതാം. അതുപോലെ തന്നെ കോഴ്സ് കോഡ്, ആ ഒരു സബ്ജക്റ്റിന് നമുക്കൊരു കോഡ് വരുന്നുണ്ട്, ആ ഒരു കോഡാണ് കോഴ്സ് കോഡായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കിട്ടുന്ന ഒരു മൊബൈൽ നമ്പറോട് ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റ് എന്നുള്ള ഒരു പേപ്പറിൽ സെക്കൻഡ് പേജിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് തേർഡ് പേജ് ആണ്. ഇനി അടുത്തതായി പറയുന്നത് നമുക്ക് തേർഡ് പേജ് ആണ്. അപ്പൊ തേർഡ് പേജിൽ എഴുതുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് ആ ഒരു ബോക്സിനകത്ത്, അതായത് ഫസ്റ്റിൽ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുക, അതിനുശേഷം ടൈറ്റില്, പേജ് നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കാം. അതായത് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻഡെക്സ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഫ്രണ്ട് പേജിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതുവാണെങ്കിൽ അത് എത്ര പേജ് എഴുതിയിട്ടുണ്ട് ആ ഒരു പേജിന്റെ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ പ്രസന്റ് ടെൻസ്, ഇപ്പം ഈ ഒരു രൂപത്തിലാണ് നമുക്കിപ്പോൾ ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് നിങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഇൻഡെക്സിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. അതിലുള്ള സബ്ജക്റ്റും അതുപോലെ തന്നെ പേജ് നമ്പേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മൂന്നാമത്തെ പേജ് ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ പേജ് ആയിട്ടാണ് നമ്മൾ എഴുതുന്ന അസൈൻമെന്റിന്റെ ആൻസേഴ്സ് വെക്കേണ്ടത്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ കണ്ടന്റ് വെക്കുക. കണ്ടന്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് പേജ് ആയിട്ട് വരുന്നത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷന് ശേഷം നമുക്ക് റെഫറൻസസ് വെക്കാറുണ്ട്. ഈ റെഫറൻസസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു റെഫറൻസ് എഴുതുന്നതിന് മുൻപായിട്ട് നമുക്ക് കണ്ടന്റിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷനും കണ്ടന്റും അതുപോലെ കൺക്ലൂഷനും ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതിന് മെയിൻ ആയിട്ടൊരു മാർക്ക് കിട്ടുക. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അസൈൻമെന്റിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു കൺക്ലൂഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെഫറൻസ് എന്നുള്ള ഭാഗമാണ് വരുന്നത്. അപ്പൊ റെഫറൻസിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു അസൈൻമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റെഫറൻസസ് എന്നുള്ള ഭാഗത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അസൈൻമെന്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പേജ് ആയിട്ട് വരുന്നത് അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് ആണ്. ഫേസിംഗ് ഷീറ്റ് ഏതാന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. 10 മാർക്കിന്റെ ആണോ 15 മാർക്കിന്റെ ആണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മാത്രം ഈ ഒരു അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് അസൈൻമെന്റ് എന്നുള്ളൊരു പോർഷനാണ്. അസൈൻമെന്റ് എന്ന് എഴുതിയിട്ട് അതിന് താഴെ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പേപ്പറാണ് നമുക്ക് വരുന്നത്. മൂന്നാമത്തെ പോർഷനായിട്ട് വരുന്നത് നമുക്ക് ഇൻഡെക്സ് എന്നുള്ളൊരു ഭാഗമാണ്. ഇൻഡെക്സിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇൻഡെക്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് വെക്കേണ്ടത്, കണ്ടന്റ് വെക്കേണ്ടത്. അതായത് ഇൻട്രൊഡക്ഷനും അതുപോലെ കണ്ടന്റ്, കൺക്ലൂഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് നമുക്ക് വരുന്നത്. അപ്പൊ ലാസ്റ്റ് പോർഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് റെഫറൻസസ് ആണ്. ഈ ഒരു റെഫറൻസിലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു 5 പോർഷൻസ് എങ്കിലും കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഡെമോ വീഡിയോ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മാത്രം എല്ലാവരും ആൻസേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്